പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളോട് ഏറെ സാദൃശ്യമുള്ള സ്വഹാബിയായിരുന്നു അദ്ദേഹം. ഓരോ കാര്യങ്ങളും അദ്ദേഹം സത്യപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത. സ്വഹാബാക്കളോടാണ് പറയുന്നത്, എന്നെ നിങ്ങളിലേക്ക് അള്ളാഹു അയച്ചപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞത് നീ പറയുന്നത് കളവാണ്. വഖാല അബൂബക്കർ സ്വദഖ്. അബൂബക്കർ, എന്റെ അബൂബക്കർ, അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു. വവാസാനി ബിനഫ്സിഹി വമാലി. ആ സത്യപ്പെടുത്തൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ നഫ്സുകൊണ്ട്, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ആ വാർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ അറിയിച്ചപ്പോൾ മക്കയിൽ കാട്ടുതീ പോലെ ആ വാർത്ത പടരുകയാണ്. മുശ്രിക്കീങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി. ഇതാ ഞങ്ങൾ പറഞ്ഞല്ലോ അബൂബക്കർ മുഹമ്മദ് അദ്ദേഹം ഒരു മജ്നൂനാണ് എന്ന്, തലക്ക് സുഖമില്ലാതെ ചില വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പോഴിതാ അതിനൊരു തെളിവ് കൂടെ ലഭിച്ചിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, അതുപോലെ തന്നെ 7ാം ആകാശത്തേക്ക് പോയി, പ്രവാചകന്മാരെ കണ്ടു, എന്തെല്ലാം വർത്തമാനങ്ങളാണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബാക്കളെയും മുശ്രിക്കീങ്ങൾ പരിഹസിച്ചുകൊണ്ടേയിരുന്നു. അവർ ആശയക്കുഴപ്പമുണ്ടാക്കി. അവർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ട് ചോദിക്കുന്നുണ്ട്, അബൂബക്കർ താങ്കൾ ഇത് വിശ്വസിക്കുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടിൽ നിന്ന് ഇസ്രാ മിഅ്റാജിന്റെ വാർത്തകൾ അബൂബക്കർ റളിയല്ലാഹു തആല കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. മുശ്രിക്കീങ്ങളാണ് പറയുന്നത്. താങ്കൾ ഇത് അംഗീകരിക്കുമോ? ഇത് സത്യപ്പെടുത്താൻ താങ്കൾ തയ്യാറുണ്ടോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടി, ലഇൻ കാന ഖാൽ ദാലിക്, അപ്രകാരം എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ലഖദ് സ്വദഖ്, തീർച്ചയായും ഞാനിതാ സത്യപ്പെടുത്തുന്നു. എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ സത്യപ്പെടുത്തുന്നു. ഇന്നീ ലഉസദ്ദിഖഹു ഫീമാ ഹുവ അബ്അദ മിൻ ദാലിക്, അതിനേക്കാൾ വിദൂരമായത് ഞാൻ എന്റെ പ്രവാചകന്റെ പേരിൽ വിശ്വസിക്കുന്നു, സത്യപ്പെടുത്തുന്നു. 7 ആകാശത്തിന് ഉപരിയിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു എന്ന് സത്യപ്പെടുത്തുന്നവനാണ്, അംഗീകരിക്കുന്നവനാണ് ഞാൻ. ആ എനിക്ക് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7ാം ആകാശത്തിലേക്ക് യാത്ര ചെയ്തു എന്നത് വിശ്വസിക്കാൻ ഇത്ര തടസ്സം? പല വാർത്തകളും കുറച്ചൊന്ന് കേട്ട് ഒരൽപ്പം കാലമെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരൽപ്പ സമയത്തിന് ശേഷമാണ് പലരും സത്യപ്പെടുത്തിയത് എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ട താമസം ഇസ്ലാമിനെ, റസൂലുള്ളാഹിയുടെ വാക്കുകളെ സത്യപ്പെടുത്താൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായി.